ഈ കോൺഗ്രസിന് കുറച്ച് വളർച്ച ഉണ്ടാകുമ്പോൾ തമ്മിലടിക്കുന്നത് പതിവാണ്. അതിപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ അതിൽ വ്യത്യസ്തമായുള്ള ഒരു തമ്മിലടിയാണ് ക്യാപ്റ്റൻ മേജർ. ഇപ്പോൾ ഏറ്റവും അവസാനം മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത് ക്യാപ്റ്റനും മേജറും വേണ്ട, പോരാളി മതി എന്നാണ്. ഇനി പോരാളി എന്ന് ഉദ്ദേശിക്കുന്നത് പോരാളി ഷാജിയെ പോലെ പ്രവർത്തിക്കണമെന്നാണ്. ഈ ചുക്ക് ചേരാത്ത കഷായമില്ല എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെയാണ് ഗ്രൂപ്പിസം ഇല്ലാത്ത കോൺഗ്രസ്. അങ്ങനെയൊന്നുമില്ല. കോൺഗ്രസ് ആണോ അവിടെ ഗ്രൂപ്പിസം ഉണ്ട്, തമ്മിലടിയുണ്ട്. അതെല്ലാ കാലത്തും അധികാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കോൺഗ്രസ് അങ്ങനെയാണ്. നമുക്കറിയാം ഈ ക്യാപ്റ്റൻ, ഈ കപ്പിത്താൻ, ഇത്തരം പ്രയോഗങ്ങളൊക്കെ പൊതുവെ കേഡർ പാർട്ടികൾക്കാണ് ചേരുന്നത്. അതുകൊണ്ടാണ് CPM-ൽ ഈ പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചത്. ഒരു ഒത്തൊരുമയോടുകൂടി കളിക്കുന്ന ഒരു ടീമിന് ഇപ്പോഴും ക്യാപ്റ്റൻ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതൊരു കൃത്യമായ അച്ചടക്കത്തോടുകൂടി കേഡർ സ്വഭാവത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ടീമാണ്. അപ്പോൾ അവിടെ അതിനെ നയിക്കുന്നയാളിനെ ക്യാപ്റ്റൻ എന്ന് വിളിക്കും. ഈ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു ക്യാപ്റ്റനെ പറയാൻ സാധിക്കില്ല. കാരണം കോൺഗ്രസ് അങ്ങനെ ഒരു കേഡർ പാർട്ടിയല്ല. നമുക്കറിയാം അതിനകത്ത് ഒരേ ഒരാൾ അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു ജീവാത്മാവും പരമാത്മാവുമായിട്ട് കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് വന്ന ഒരേ ഒരാൾ, ഒരു വിശേഷണത്തിന് അർഹനായ ഒരേ ഒരാൾ കരുണാകരനാണ്. അദ്ദേഹത്തിൻ്റെ അനുകൂലികളും എതിരാളികളും, അത് പാർട്ടിക്ക് ഉള്ളിലുള്ളവരും പാർട്ടിക്ക് പുറത്തുള്ളവരും, അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ലീഡർ എന്നാണ്. ലീഡർ നമുക്കറിയാം, ക്ലാസ് ലീഡർ എങ്ങനെയാണ് ക്ലാസ്സിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളത്. അതുപോലെ ഈ ബഹളം കാണിക്കുന്ന ക്ലാസ്സിൽ, അതോടൊപ്പം തന്നെ ആ പേരിനൊരു പവർ ഉണ്ടായിരുന്നു. ഇത് ഇപ്പോൾ എല്ലാവരും തമാശ രൂപേണ അല്ലേ, മേജർ ക്യാപ്റ്റൻ എന്ന് വിളിക്കുമ്പോൾ എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചില്ലെന്ന് കൊച്ചുകുട്ടികൾ പരാതി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യാപ്റ്റൻ വേണ്ട, മേജർ പദവി നൽകാമെന്ന് VD സതീശൻ. അപ്പൊ ഏറ്റവും അവസാനം പോരാളിയാക്കാൻ മുല്ലപ്പള്ളി. അപ്പോൾ ക്യാപ്റ്റനും മേജറും പോരാളിയും പടയാളിയും ഒക്കെ ഉണ്ട്, പക്ഷെ ലീഡർ ഇല്ല. കേരളത്തിലെ കോൺഗ്രസ്സിൽ ഒരു ലീഡർ ഇല്ല. കേരളത്തിലെ കോൺഗ്രസ് അല്ല, ഇന്ത്യയിലെ കോൺഗ്രസ്സിൽ തന്നെ ഒരു ലീഡർ ഇല്ല. നമുക്കറിയാം 91-ൽ നരസിംഹറാവുവിനെ അധികാരത്തിൽ കയറ്റാൻ വേണ്ടി പിന്നണിയിൽ ഇരുന്ന് ചരട് വലിച്ച കിങ് മേക്കറായിരുന്നു കരുണാകരൻ. അവിടെ അന്ന് വലിയ വെല്ലുവിളി ഉയർത്തി ശരത് പവാർ രംഗത്ത് വന്നു. ശരത് പവാർ അറിയാം, മഹാരാഷ്ട്ര ലോബി വളരെ ശക്തമാണ്. പണം കൊണ്ടും ആൾബലം കൊണ്ടും MP-മാരുടെ എണ്ണം കൊണ്ടും ഒക്കെ മഹാരാഷ്ട്ര കോൺഗ്രസ് വളരെ ശക്തമാണ്. പക്ഷേ ഈ ഒരു പരിധി വരെ നരസിംഹറാവു ആന്ധ്രയിൽ നിന്നുള്ള ആളാണ്. ആന്ധ്രയിൽ നിന്ന് കോൺഗ്രസ്സിന് അത്രയും MP-മാരെ സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടും മഹാരാഷ്ട്രയ്ക്ക് പുറകിലായിരുന്നു ആന്ധ്ര. പിന്നെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള സമ്മർദ്ദം അതും വളരെ ശക്തമായിരുന്നു, ഉത്തരേന്ത്യൻ MP-മാരുടെ. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കരുണാകരൻ്റെ ബുദ്ധി പ്രവർത്തിച്ചു. അദ്ദേഹം നരസിംഹറാവുവിനെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്തി. അതിന് അദ്ദേഹം പയറ്റിയ തന്ത്രങ്ങൾ അതെന്തൊക്കെയാണെന്ന് ഇപ്പോഴും രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സാക്ഷാൽ ലീഡർ. കേരളത്തിൽ 9 MLA-മാരുമായിട്ട് പ്രതിപക്ഷത്തിരുന്ന ഒരു അനുഭവം കരുണാകരന് മാത്രമേ ഉള്ളൂ. ആ 9 MLA-മാരിൽ നിന്നാണ് അദ്ദേഹം അധികാരത്തിൻ്റെ സോപാനങ്ങൾ ചവിട്ടിക്കയറിയത്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഒരു കേസിൽ ഹൈക്കോടതിയുടെ പരാമർശം വന്നതിനെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നു. നമുക്കറിയാം രാജൻ കേസ്, അടിയന്തരാവസ്ഥ കാലത്തെ രാജൻ കേസിൽ രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പോലീസ് മന്ത്രി കൂടിയായ, ആഭ്യന്തരമന്ത്രി കൂടിയായ കരുണാകരൻ പറഞ്ഞു. എന്നാൽ അത് അറസ്റ്റ് ചെയ്തു എന്നുള്ളതിന് കോടതിക്ക് വ്യക്തമായ ബോധ്യം വന്നു. അപ്പോൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന്, കള്ളം പറഞ്ഞതിന് ഒക്കെ കരുണാകരന് അവസാനം ഉത്തരവാദിത്വം എടുത്ത് സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം 82-ൽ മുഖ്യമന്ത്രിയായിട്ട് തിരിച്ചു വരുന്ന കാഴ്ചയും കേരളം കണ്ടു. അവിടെ നിന്ന് കോൺഗ്രസ്സിനെ ഒരു അനിഷേധ്യ ശക്തിയായിട്ട് വളർത്തിയെടുത്ത് കൊണ്ടുവരുന്നതിൽ കരുണാകരൻ വലിയ പങ്ക് വഹിച്ചു. പിന്നെ അദ്ദേഹത്തെ ഈ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ 94-ൽ ഒരു ഇല്ലാത്ത ചാരക്കേസ് ഉണ്ടാക്കി അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി കോൺഗ്രസ്, അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം എന്നുള്ളതും സത്യമാണ്. ഈ വെല്ലുവിളികളെല്ലാം നേരിട്ടുകൊണ്ട് അതിനെല്ലാം അതിജീവിച്ചു. അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷം ഒരു 75 സീറ്റിന് മുകളിൽ ജയിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിന്. തീർച്ചയായിട്ടും അദ്ദേഹം, എനിക്ക് തോന്നുന്നു ഏറ്റവും ഒടുവിൽ 2001-ലെ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം, അതായത് കോൺഗ്രസ് നേരിട്ട് മത്സരിച്ച സീറ്റുകളിൽ പകുതി I ഗ്രൂപ്പിന് വേണം എന്ന് പറഞ്ഞ് പടവെട്ടാൻ രംഗത്തിറങ്ങിയ ആൾ അദ്ദേഹമാണ്. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കരുണാകരൻ ആറന്മുളയിൽ മാലേത്ത് സരളാദേവിയെ നിർത്തി.
ഇന്നത്തെ ഈ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് ഞെളിയുന്ന VD സതീശൻ അന്ന് എ ഗ്രൂപ്പുകാർ സീറ്റ് കൊടുക്കാതെ വടക്കൻ പറവൂരിൽ വെട്ടിയതാണ് 2001. ആ സതീശന് വേണ്ടി വാദിച്ച് ഡൽഹി വരെ പോയി ഹൈക്കമാൻഡിനോട് വഴക്കിട്ട് സതീശന് വേണ്ടി സീറ്റ് നേടിയെടുത്ത ആളാണ് ലീഡർ കെ കരുണാകരൻ. ഈ ചരിത്രമൊക്കെ നമ്മൾ മറന്നു പോകരുത്. അന്ന് VD സതീശനെ രംഗത്തേക്ക് കൊണ്ടുവരുന്നത് VD സതീശൻ ഒരു കഴിവുള്ള നേതാവായി മാറും, മികച്ച പാർലമെൻറ്റേറിയനായിട്ട് മാറും, നല്ലൊരു നിയമസഭാ സാമാജികനാകും, നല്ലൊരു നേതാവ്, നല്ലൊരു മന്ത്രി VD സതീശനിലുണ്ട് എന്ന് കണ്ടെത്തുകയും അത് ഉറക്കെ വിളിച്ചു പറയുകയും അതിനുവേണ്ടി അവസാന നിമിഷം വരെ പോരാടുകയും ചെയ്ത ആളാണ് കെ കരുണാകരൻ. അതുകൊണ്ട് തന്നെയാണ് VD സതീശൻ ഐ ഗ്രൂപ്പ് വിട്ട് പോകാതിരുന്നത്. അദ്ദേഹം കെ കരുണാകരൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കെ കരുണാകരൻ പാർട്ടി വിട്ട് DAC രൂപീകരിച്ചപ്പോൾ VD സതീശൻ അതിനോട് വിയോജിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കോൺഗ്രസ് വിട്ട് എങ്ങോട്ടും, ഞാൻ കോൺഗ്രസ്സിൽ തന്നെ നിൽക്കും. അങ്ങനെ കോൺഗ്രസ്സിൽ നിന്ന ഒരാളാണ് VD സതീശൻ. പക്ഷേ ആ VD സതീശനെ വളർത്തുന്നതിൽ ലീഡർ കെ കരുണാകരനുള്ള പങ്ക് വളരെ വലുതാണ്. എന്തിനു പറയുന്നു, ഇപ്പോൾ ക്യാപ്റ്റനും മേജറുമായിട്ട് തമ്മിലടിക്കുന്ന VD സതീശനും രമേശ് ചെന്നിത്തലയും ആരുടെ സൃഷ്ടിയാണ്? അതും ലീഡറുടെ സൃഷ്ടിയാണ്. ലീഡർ കെ കരുണാകരനാണ് രമേശ് ചെന്നിത്തലയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതും കൈപിടിച്ചുയർത്തുന്നതും. KSU നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ യൂത്ത് കോൺഗ്രസ്സിലേക്ക് എത്തിക്കുകയും അവിടുന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഏതാണ്ട് 30 വയസ്സിന് താഴെ കേരളത്തിൽ മന്ത്രിയായ ആളാണ് രമേശ് ചെന്നിത്തല. ആ രമേശ് ചെന്നിത്തലയെ ഡൽഹിയിലേക്ക് വിട്ടു, MP ആക്കി, വലിയ എന്താ പറയുക വളർച്ചയ്ക്ക് രമേശ് ചെന്നിത്തലയെ ഇന്നിപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കാലെടുത്ത് വെക്കാൻ പോലും പര്യാപ്തമായ ഒരു വ്യക്തിത്വമാക്കി അല്ലെങ്കിൽ ഒരു നേതാവാക്കി മാറ്റിയത് കെ കരുണാകരൻ എന്ന ലീഡറാണ്. അപ്പോൾ അങ്ങനൊരു ലീഡർ ഇന്ന് കോൺഗ്രസ്സിൽ ഇല്ല, അതൊരു സത്യമാണ്. പിന്നെ മുല്ലപ്പള്ളി പറഞ്ഞതിനകത്ത് വേറൊരു വാസ്തവമുണ്ട്. ഇവിടെ ക്യാപ്റ്റനാകാനും മേജറാകാനും ലീഡറാകാനും ഒക്കെ തള്ളാം. പക്ഷെ പടയാളികളില്ലാതെ ഒരു യുദ്ധം എങ്ങനെ ജയിക്കും? അണികളില്ലാതെ ഒരു പാർട്ടി എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടും? താഴെ ബൂത്ത് ലെവലിൽ പ്രവർത്തിക്കാൻ ആൾ വേണ്ടേ? എല്ലാവർക്കും നേതാവാകാൻ പറ്റില്ലല്ലോ, എല്ലാവർക്കും മുഖ്യമന്ത്രിയാകാൻ പറ്റില്ലല്ലോ. അപ്പോൾ താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ പ്രവർത്തകർ വേണം. ആ പ്രവർത്തകരെ വാർത്തെടുക്കുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസം ഇന്ന് കോൺഗ്രസ്സിൽ ഇല്ല. അവിടെ അണികൾ ഇല്ല, നേതാക്കൾ മാത്രമേ ഉള്ളൂ. നമ്മൾ പറയാറുണ്ട് കോൺഗ്രസ്സിൽ നല്ല നേതാക്കളുണ്ട്, അണികളില്ല. BJPയിൽ നല്ല അണികളുണ്ട്, പക്ഷെ നല്ല നേതാക്കളില്ല എന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ പറയാറുണ്ട്. അതേതാണ്ട് ഇവിടെ ശരിയാണ്. മുല്ലപ്പള്ളി അതാണ് ചൂണ്ടിക്കാണിച്ചത്. കോൺഗ്രസ്സിന് അതുകൊണ്ടാണ് എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവർക്ക് ജയിക്കാൻ കഴിയുന്നത്. LDFന് UDFനെ സംബന്ധിച്ച് എനിക്കത് ഈ LDFൻ്റെ കാര്യം നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യാൻ സാധിക്കില്ല. UDFനെ സംബന്ധിച്ച് കോൺഗ്രസ് അതിൻ്റെ ഒരു നെടും തൂണാണ്. കോൺഗ്രസ്സാണ് UDFനെ അങ്ങനൊരു മുന്നണി തന്നെ ഉണ്ടാക്കിയത്. ആ കോൺഗ്രസ് ഈ പറയുന്നത് പോലെ അണികളില്ലാതെ, പടയാളികളില്ലാതെ, പടയിൽ തോറ്റുപോകുന്ന കുറേ നേതാക്കൾ മാത്രം നിന്ന് യുദ്ധം ചെയ്താൽ ഒരിക്കലും വിജയിക്കില്ല. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പച്ച തൊടില്ല. അവിടെ തീർച്ചയായിട്ടും താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ അണികൾ വേണം, സമരം ചെയ്യാൻ അണികൾ വേണം, പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ അണികൾ വേണം. നേതാക്കൾ മാത്രമാകുന്നൊരു പാർട്ടിക്ക് വരുന്ന ഏറ്റവും വലിയ ദോഷമാണ് ഇന്ന് കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം KPCCയുടെ ഭാരവാഹിക പട്ടിക പുറത്തു വരുമ്പോൾ തന്നെ ആ പട്ടികയെക്കുറിച്ച് പറയുന്ന ജംബോ പട്ടിക എന്നാണ്. കാരണം അത്രയ്ക്ക് ആളുകൾ, ഏതാണ്ട് പിന്നെ നമുക്കറിയാം ജംബോ ജെറ്റ് വിമാനങ്ങൾ എത്ര യാത്രക്കാരെ കൊള്ളുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ വലിയ തോതിൽ യാത്രക്കാരെ കയറ്റിക്കൊണ്ട് പോകാൻ കഴിയുന്ന ഒരു വിമാനമാണ്. അതുപോലെ ജംബോ പട്ടികയാണ് KPCCക്ക് എപ്പോഴും ഉണ്ടാകാറുള്ളത് എന്ന് മാധ്യമങ്ങളൊക്കെ വിമർശിക്കാറുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.